സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശമാർ നടത്തുന്ന സമരപന്തലിൽ നടി രഞ്ജിനി എത്തി. സ്ത്രീകൾ സമരം നടത്തുന്നെങ്കിൽ അത് നിസ്സാരമല്ലെന്നും ആശമാർക്ക് വേണ്ടത് സർക്കാർ ചെയ്തു നൽകണമെന്നും രഞ്ജിനി പറഞ്ഞു. ആശാ വർക്കേഴ്സ് ഒരു വലിയ ഹാറ്റ്സ് ഓഫും ഒരു അപ്ലോസ്. 15 days ഈ ചൂടിലിരുന്നിട്ട് സമരം ചെയ്യരുത് നിസ്സാര കാര്യമില്ല. അത് കാരണം കൊണ്ടാണ് ഞാൻ ഇവിടെ ഇന്നും വന്നത്. ബിക്കോസ് ഡിസ്ക്രിമിനേഷൻ, വർക്ക് പ്ലേസ് ഡിസ്ക്രിമിനേഷൻ, ഹാരസ്മെന്റ് എവിടെ നടന്നാലും ഞാൻ അവിടെ ഉണ്ടാവും. ഇത് വളരെ സങ്കടം കേട്ടോ. ഇത്ര ലേഡീസ് സ്ട്രോങ് ആയിട്ട് വന്ന് ഇവിടെ കൂട്ടം കൂടി ഇവിടെ ചെയ്യുന്നത്. സോ ഈ വെയില് എല്ലാത്തിലും. സോ മൈ സ്പെഷ്യൽ റിക്വസ്റ്റ് ടു ദ ഗവൺമെന്റ്, പ്ലീസ് അവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്ത് തരണം. സ്വാതന്ത്ര്യ സാജു ചേരുന്നുണ്ട്. സ്വാതന്ത്ര്യ, ഈ സമരം ഇത്ര ദിവസമായി നടക്കുകയാണ് സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ. അത് വ്യാപിപ്പിക്കാനാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് അറിയുന്നു. ജില്ലാ കേന്ദ്രങ്ങളിലേക്കൊക്കെ വ്യാപിക്കുന്നുണ്ട്. ഏതൊക്കെ ദിവസങ്ങളിലാണ് അതിന്റെ വിശദാംശം? ധന്യ, ഇന്നിപ്പോൾ 15ാം ദിവസമാണ് സെക്രട്ടേറിയറ്റ് പടിക്കൽ ഈ ആശമാർ സമരം ചെയ്യുന്നത്. ഏതാണ്ട് 200-ലധികം ആശമാരാണ് ഓരോ ദിവസവും സമരപന്തലിലേക്ക് എത്തി ഈ സമരത്തിന്റെ ഭാഗമാകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ മഹാസംഗമം ഒക്കെ കണ്ടെങ്കിലും അതിനുശേഷവും നിരവധി പേരാണ് എത്തുന്നത്. ഇവര് തിരുവനന്തപുരത്തുള്ള ആളുകൾ മാത്രമല്ല, സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആശാവർക്കർമാരാണ് ഓരോ ദിവസവും ഇവിടെ ഒത്തുകൂടുന്നത്. ഓരോ ദിവസവും ഈ സമരത്തിന് കൂടുതൽ ഐക്യദാർഢ്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ആളുകൾ എത്തുന്നുണ്ടെങ്കിൽ പോലും സർക്കാർ ഈ ഒരു സമരത്തിന് അനുഭാവപൂർണ്ണമായ ഒരു നിലപാട് ഇപ്പോഴും എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് പോലും വിളിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ 15 ദിവസമായിട്ട് അവർ സമരം ചെയ്യുകയാണ്. ഇന്ന് ഏറ്റവും ആദ്യം എത്തിയത് കെ മുരളീധരനായിരുന്നു. അദ്ദേഹം ഇന്ന് ഈ സമരപന്തലിൽ എത്തുകയും ഈ സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നാലെ തന്നെ മഹിളാ കോൺഗ്രസുകാരുടെ മാർച്ച് ഉണ്ടായിരുന്നു. ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരപന്തലിലേക്ക് അവർ മാർച്ച് നടത്തി. അതിന് പിന്നാലെ തന്നെ നമ്മളിപ്പോൾ കണ്ടതുപോലെ തന്നെ നടി രഞ്ജിനിയും ഇന്ന് വേദിയിലെത്തി ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും അധികം സ്ത്രീകൾ ഒന്നിച്ചു വന്ന് സമരം ചെയ്യുമ്പോൾ സർക്കാർ ഏതെങ്കിലും തരത്തിൽ അവരെ സഹായിക്കാൻ കഴിയുമെങ്കിൽ ഇത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്യണം. കോവിഡ് കാലത്തടക്കം കേരളത്തിന് വളരെ വലിയ രീതിയിൽ താങ്ങി നിർത്തിയ നിഷിദ്ധരായ ഒരു പോരാളികൾ തന്നെയാണ് ആശാവർക്കർ. അതുകൊണ്ട് തന്നെ ഈ ആശമാരെ എല്ലാവരെയും കണ്ട് ഇത്രയും പൊലിവെടുത്ത് അവരിവിടെ കഴിഞ്ഞ 15 ദിവസമായി സമരം ചെയ്യുകയാണ്. അപ്പോൾ അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ അവരെ എത്രയും പെട്ടെന്ന് പരിഗണിക്കണം എന്നൊരു ആവശ്യം തന്നെയാണ് എല്ലാവരും മുന്നോട്ടേക്ക് വെക്കുന്നത്. പക്ഷെ തന്നെയാ ഈ ഇത്രയും ആളുകൾ എത്തിയിട്ടും ഇത്രയും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിരവധി ഇപ്പം രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ ആളുകൾ എല്ലാ ദിവസവും പല ആളുകളാണ് വന്ന് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അവർക്കൊപ്പം ഇരിക്കുകയും സമരം ചെയ്യുകയും അവർക്ക് വേണ്ടി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ എങ്കിൽ പോലും ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. അത് മാത്രമല്ല, ഇന്ന് നമ്മൾ രാവിലെ കണ്ടതാണ് CPM-ന്റെ അടക്കം ഭാഗത്തു നിന്ന് സമരത്തെ തള്ളിക്കൊണ്ട് ഇളമരം കരീമിന്റെ ലേഖനം വരുന്നു. അതിന് പിന്നാലെ അദ്ദേഹം വീണ്ടും അതിനെ തള്ളിക്കൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ചയൊക്കെ തന്നെയും നമ്മൾ കണ്ടതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് തന്നെ ആദ്യം ചോദിച്ചതുപോലെ തന്നെ ഈ സമരം വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി ഇപ്പോൾ ആശാവർക്കർമാർ എത്തിയിരിക്കുന്നത്. ഈ മാസം 27, 28 തീയതികളിലാണ് ജില്ലാ കേന്ദ്രങ്ങളിൽ കൂടി ഒരു സമരം നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. 27-ാം തീയതി ആലപ്പുഴ ജില്ലയിലും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലുമായിരിക്കും ജില്ലാ കേന്ദ്രങ്ങൾ. അവിടുത്തെ കളക്ടറേറ്റുകളിലേക്കായിരിക്കും മാർച്ച് നടക്കുക. 28-ാം തീയതി കോഴിക്കോട് ജില്ലയിലുമായിരിക്കും സമരം നടക്കുക. അങ്ങനെ ജില്ലാതലത്തിൽ കൂടി 3 ജില്ലകൾ മാത്രമല്ല, മറ്റു ജില്ലകളിൽ ഏതൊക്കെ തീയതികളാണ് എന്ന് പിന്നീട് അറിയിക്കാമെന്നാണ് ആശാവർക്കർമാരെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കൂടുതൽ ഈ ഒരു സമരത്തെ വ്യാപിപ്പിച്ചുകൊണ്ട് സർക്കാരിന്റെ ഒരു ശ്രദ്ധ ഇതിലേക്ക് കൊണ്ടുവരിക എന്നത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. ഓരോ ദിവസവും കൂടുതൽ ആളുകൾ ഈ സമരവേദിയിലേക്ക് എത്തുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ സർക്കാർ ചർച്ചയ്ക്കെങ്കിലും വിളിക്കും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ വീണ്ടും ഇത്തരത്തിൽ CPM അടക്കം ഈ ഒരു സമരത്തെ തള്ളിക്കൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആശാവർക്കർമാരുടെ ആശ നഷ്ടപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടതായി വരും. പക്ഷേ എന്ത് തന്നെ ആയാലും ഈ സമരം വിജയിക്കാതെ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം തങ്ങൾ ഈ സമരവേദി വിട്ട് പോകില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അവർ പ്രധാനമായി 5 കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത്. ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുക. നിലവിൽ അവർക്ക് 7000 രൂപയാണ് ഓണറേറിയം ആയി ലഭിക്കുന്നത്, ശമ്പളമായി ലഭിക്കുന്നത്. ആ 7000 രൂപ വർദ്ധിപ്പിച്ച് 21,000 രൂപയാക്കണം. പെൻഷൻ പ്രായം ഉയർത്തണം. അതുപോലെ തന്നെ പെൻഷൻ ആയി പോകുന്ന ആളുകൾക്ക് 5 ലക്ഷം രൂപ പെൻഷൻ തുകയായി നൽകണം. അതുപോലെ തന്നെ എല്ലാ മാസവും പെൻഷൻ ലഭിക്കുന്ന ഒരു സ്കീം കൊണ്ടുവരണം. അമിത ഭാരം അവർക്ക് മേൽ അടിച്ചേൽപ്പിക്കരുത് തുടങ്ങിയ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സമരം അവർ നടത്തി വരുന്നത്. കഴിഞ്ഞ 15 ദിവസമായി സെക്രട്ടേറിയറ്റ് പടിക്കലാണ് ധന്യ ഈ സമരം നടന്നത്. ശരി.